നമുക്കിന്നൊരു അൺബോക്സിങ് വീഡിയോ. അൺബോക്സിങ് അല്ല, ഓൾറെഡി സാധനം ഡെലിവേർഡ് ആയപ്പോഴേ ഓപ്പൺ ബോക്സ് ആയിരുന്നു. അതുകൊണ്ട് അൺബോക്സിങ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നുകൂടെ തുറന്ന് അൺബോക്സിങ് ആക്കാം. ഇത് ഒരു അയൺ ബോക്സ് ആണ് കേട്ടോ. സിൽവർ സ്റ്റാർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അയൺ ബോക്സ് ആണ്. നമുക്കിത് നോക്കാം. ഇതിൻ്റെ മോഡൽ വരുന്നത് ES300L. ഇത് മോഡലിൽ പല ബ്രാൻഡും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ സിൽവർ സ്റ്റാർ ആണ് ഇതിൻ്റെ OEM എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ് കേട്ടോ ഈ അയൺ. ഇത് മെയിൻലി ഹോംലി പർപ്പസിനല്ല, ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു അയൺ ബോക്സ് ആണ്. വെയിറ്റ് തന്നെ ഒരു 2-2.5 കിലോയോളം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ വാട്ടേജ് എന്ന് പറഞ്ഞാൽ 1800 വാട്ടാണ്. അപ്പോൾ നമുക്കിത് നോക്കാൻ കേട്ടോ. ഇത് ഗ്രാവിറ്റി സ്റ്റീം അയൺ ബോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ സ്റ്റീം വെച്ചിട്ടുള്ള അയണിങ്. നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന അയൺ ബോക്സ് എത്രയാണ്? 300 ml 400 ml ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി നേരം കുറച്ച് നേരം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിലാകുമ്പോൾ ഈ ബോട്ടിൽ കണ്ടില്ലേ, ഇതിന് വേണ്ടിയിട്ടുള്ള ബോട്ടിലാണ്. ഇതിനകത്ത് 4 ലിറ്റർ വരെ വെള്ളം കൊള്ളും. അപ്പോൾ ഇതതിൻ്റെ കേബിള്. ഇതിങ്ങനെ ഒരു ഹൈറ്റിൽ, ഒരു 4 ഫീറ്റ് ഹൈറ്റിൽ ഹാങ് ചെയ്തിട്ടിട്ട് വേണം അയൺ ബോക്സിലേക്ക് കണക്ഷൻ കൊടുക്കാൻ. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാൻ കഴിയും. ഇത് അതിൻ്റെ ബോട്ടിൽ. ഇതിനകത്ത് RO വാട്ടറാണ് കേട്ടോ ഉപയോഗിക്കണം. വലിയ നമ്മുടെ ഹാർഡ് വാട്ടറൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാത്ത RO വാട്ടർ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യിക്കേണ്ടത്. ഇവിടെ പൈപ്പൊക്കെ നോസിലൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം വരാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് ഇവിടെ നോസിലുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അതിനനുസരിച്ച് വരും. പിന്നെ നമുക്ക് നോക്കുന്നത് പാഡ്. ഈ ഞാൻ പറഞ്ഞില്ല, ഈ അയൺ ബോക്സിന് 2-2.5 കിലോ വെയിറ്റ് ഉണ്ട്. പക്ഷെ നോർമൽ അയൺ ബോക്സ് പോലെ ഇത് താഴെ നിൽക്കത്തില്ല. അത് കാരണം അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാഡാണ്. ഇതിനകത്ത് സിലിക്ക ഉള്ളത് കാരണം ഹീറ്റ് ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് ഇതിലൂടെ കമഴ്ത്തി വെക്കാം അയൺ ബോക്സ്. ഇത് അതിൻ്റെ പാഡ് ഇങ്ങനെ വെക്കും. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൺ ബോക്സ് എടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ അയൺ ബോക്സ്. വെയിറ്റ് ഉണ്ട്. സാധാരണ അയൺ ബോക്സ് പോലെ ഇതിൻ്റെ പ്ലഗ് ഒക്കെ കണ്ടില്ല, അത്യാവശ്യം വലിപ്പമുള്ള പ്ലഗാണ്. ഇത് നമ്മളിത് ഇങ്ങനെ വെക്കും കണ്ടോ. ഇതപ്പോൾ ചൂടുണ്ടെങ്കിലും കുഴപ്പം വരത്തില്ല. ഇങ്ങനെയൊന്നും ഇതിവിടെ ഇരിക്കത്തില്ല. മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പറ്റില്ല. അത് കാരണം ഇതിങ്ങനെ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാഡ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കുള്ള എന്താണ്, ഇത് ടെഫ്ലോൺ ഷൂ. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രസ്സൊക്കെ ചിലപ്പം അല്ലാതെ നോർമലി തേക്കുമ്പം ഒരു തിളക്കമൊക്കെ വരില്ലേ ചൂട് കൂടിയിട്ട്. അപ്പം അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തുണിക്ക് ആ ക്ലോത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെഫ്ലോൺ ഷൂ. ഇത് നമ്മൾ ഇതിൻ്റെ പുറത്ത് കവർ ചെയ്തിട്ടിട്ടാണ് തേക്കേണ്ടത് കേട്ടോ. അപ്പോൾ തുണി അധികം നാശമാകത്തില്ല. അതിൻ്റെ പർപ്പസിനാണ് ഈ ടെഫ്ലോൺ ഷൂ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ പ്ലഗ് കണ്ടില്ല, ഇത് നമ്മുടെ നോർമൽ പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് 16 ആംസിൻ്റെ പ്ലഗ് പോയിൻ്റാണ്. അത് കാരണം നോർമൽ പ്ലഗ് പോയിന്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ചിലപ്പോൾ അഡാപ്റ്റർ മേടിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഇത് കണ്ടോ, ഇത് 2 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരു തെർമോസ്റ്റാറ്റ്. ഇതിനകത്ത് സെൻസറുണ്ട് കേട്ടോ, വെള്ളം വരുന്നതനുസരിച്ച് നോക്കാനായിട്ട് സെൻസറുണ്ട്. പിന്നെ ഇത് സ്റ്റീമറിൻ്റെ ബട്ടൺ. ഇത് കേൾക്കുമ്പോഴാണ് സ്റ്റീം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത് കണ്ടോ, ഒച്ച വെക്കുന്നുണ്ടോ. പിന്നെ നമ്മുടെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോസിൽ. കോട്ടൺ തുണിയൊക്കെയാണ് അയൺ ചെയ്യുന്നതെങ്കിൽ 5 പറഞ്ഞേക്കുന്നത്. ബാക്കി നോർമൽ ഡ്രസ്സൊക്കെ 3-2 ആ ഹീറ്റ് അനുസരിച്ച് 3-2 ഒക്കെ ഇട്ട് തേക്കാം. പിന്നെ നിങ്ങൾ ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കി മേടിക്കണം.
ഇതുണ്ടോ ഒത്തിരി ഹോൾസ് ഉള്ളത് നോക്കി മേടിക്കണം. ചിലത് ബ്രാൻഡിൻ്റെ വരുമ്പോഴത്തേക്കും ഈ പകുതിയിൽ മാത്രം സ്റ്റീമിൻ്റെ ഈ ഹോൾസ് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും ഫുൾ ഹോൾ വരുന്നത് നോക്കി മേടിക്കണം. പിന്നെ പറയാനുള്ള എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം ആറോ വാട്ടറോ വേണം ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതുവഴി ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ നോർമൽ വാട്ടർ ആണെങ്കിൽ മറ്റേ സോൾട്ടൊക്കെ സെഡിമെൻ്റ് ആയിട്ട് ഇവിടെ ഈ ഹോൾസ് അടഞ്ഞു പോകും. ഹോൾസ് അടഞ്ഞു പോയിട്ട് നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദൂരി ക്ലീൻ ചെയ്യേണ്ട ഒരവസ്ഥ വരും. നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതിൻ്റെ മോഡൽ ES300L 1800 വാട്ട്. നമ്മൾ നോർമലി വരുന്നത് ഇത്രയും വാട്ടിൻ്റെ ആവത്തില്ല. നമ്മൾ ഈ ബിസിനസ് പർപ്പസ്, ബ്യൂട്ടിക്ക്, മറ്റേ നമ്മുടെ പിന്നെന്താ അയണിങ് ഷോപ്സ് ഇല്ലേ, അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ വലിയ അയൺ ബോക്സ് ആയിരിക്കും. അപ്പോൾ ഇത് വെയിറ്റ് കൂടുമ്പോഴത്തേക്കും നമ്മുടെ ക്ലോത്ത് നല്ലോണം തേച്ച് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വാട്ടിൻ്റെ അയൺ ബോക്സ്. നമ്മുടെ നോർമൽ അയൺ ബോക്സിന് ഇത്രയും വാട്ട് ഉണ്ടാകത്തില്ല. അപ്പം ഇനി ഇതിൻ്റെ എല്ലാം കണക്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ അയൺ ബോക്സ് ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കുമ്പോൾ ഇത് ഇതുപോലെ റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കും. നമ്മുടെ ചൂട് കറക്റ്റ് ചൂടിലെത്തുമ്പോഴത്തേക്കും ഇത് ലൈറ്റ് ഓഫായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേച്ച് തുടങ്ങാം. നമ്മുടെയിലും മറ്റേ പ്ലഗ് പോയിന്റ് കറക്റ്റ് അല്ല, നമ്മൾ പിന്നെ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് കേട്ടോ കണക്ട് ചെയ്തേക്കണേ. പിന്നെ വെള്ളം ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ക്യാമറ സ്റ്റാൻഡിലാണ് കേട്ടോ ഇത് തൂക്കിയിട്ട്. നമ്മൾ ആക്ച്വലി ഇവിടെ അല്ല ഇട്ട് തേക്കണം. അപ്പം ലൈറ്റ് ഇല്ലാത്ത കാരണം ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ക്യാമറ സ്റ്റാൻഡിൽ ഇത് തൂക്കിയിട്ടിട്ട് വെള്ളം നിറച്ച് വെച്ചേക്കാം. ഇപ്പം ഈ റെഡ് ലൈറ്റ് ഓഫായിട്ടുണ്ട്. നമുക്കിനി തേച്ച് പോകണം. വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇതൊരു നല്ലോണം ചുളുങ്ങിയൊരു തുണിയാണേ. അപ്പം നമുക്കിതിൽ തേച്ച് തുടങ്ങാം. ഇപ്പം സ്റ്റീം വരുന്നുണ്ടോ? കാണുന്നില്ല സ്റ്റീം. ഇനി നമുക്ക് തേക്കാവേ. ഇത് ഋഷിയുടെ ഒരു ഉടുപ്പാണ്. നല്ലോണം പിടിച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് സ്റ്റീം വരുത്തിയിട്ട് തേക്കാം. കണ്ടോ? ഇതൊന്ന് തേക്കട്ടെ കേട്ടോ ഫുള്ള്. തേക്കുവാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉള്ളത് കാരണം പെട്ടെന്ന് ഒറ്റ തേപ്പിൽ തന്നെ ചുളിവൊക്കെ മാറി കിട്ടും. കണ്ടോ? ഇത് ഞാനിത് ഫുള്ള് തേച്ചിട്ട് കാണിക്കാം കേട്ടോ. അത്രയും നേരം അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ തേക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കണ്ടേ. ഫുള്ള് തേച്ചിട്ട് ബാക്കി കാണാം. ഇതിങ്ങനെ വെക്കാൻ പറ്റില്ല, അതും കൂടെ ഓർത്തോണം. ഇങ്ങനെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. വേഗം ഒന്ന് തേച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ കുഞ്ഞി ജുബ്ബ തേച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് തേക്കാൻ പറ്റും. നമ്മൾ നോർമൽ അയൺ ബോക്സ് വരുമ്പം ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ചുളിവുകളൊക്കെ അറിയാൻ പറ്റും. ഇത് പിന്നെ നമ്മൾ ഇതിനു മുന്നേ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിപ്പോൾ തേച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ഇരുന്ന് ആദ്യത്തെ ഇതിൻ്റെ അവസ്ഥ കണ്ടല്ലോ, നല്ല ചുരുണ്ടിരിക്കുമായിരുന്നു വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട്. ഇപ്പോൾ അതെ നല്ലോണം നമ്മുടെ ജുബ്ബ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടു. പിന്നെ ഇത് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ 3000 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത്. നോർമലി നിങ്ങൾക്ക് പുറത്തുനിന്ന് ഷോപ്പിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ ഇത്ര റേറ്റ് വരില്ല, കുറഞ്ഞ റേറ്റിന് കിട്ടും. പിന്നെ വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലോണം ഈ മടക്കൊക്കെ കറക്റ്റായിട്ട് ആദ്യത്തെ തേപ്പിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുറത്ത് പോയോ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഈ സിൽവർ സ്റ്റാർ അതാണ് കേട്ടോ ബ്രാൻഡ് അയൺ ബോക്സ് മേടിക്കുക. പിന്നെ ഓൺലൈൻ ആണെങ്കിൽ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് റിട്ടേൺ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഓപ്പൺ ബോക്സ് ആയത് കാരണം നല്ലോണം നോക്കി ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നോക്കി വേണം മേടിക്കാൻ. നമ്മളിതുപോലെ എല്ലാം നോക്കി വാട്ടൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി അപ്പം തന്നെ നോക്കിയിട്ട് വേണം. പെയിൻറ്റ് എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ സ്ക്രാച്ച് ഉണ്ടോ എന്നൊക്കെ നോക്കി വേണം ഓൺലൈൻ മേടിക്കുമ്പോൾ നോക്കാൻ. റിട്ടേൺ ഇല്ല ഇതിന്.
പിന്നെ ഇത് ഹോംലി യൂസിന് പറ്റിയതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഈ പുറത്തൊക്കെ കൊടുത്ത് കുറേ കാശൊക്കെ കളയില്ലേ, അപ്പം എന്നെ പോലെയുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്. വീട്ടിലിങ്ങനെ നമുക്ക് തേച്ച് പെർഫെക്റ്റായിട്ട് തേച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാം, 2.5 കിലോ ഉണ്ട്. അത് കാരണം മറ്റതുപോലെ സിമ്പിളായിട്ട് പൂ പോലെ എടുത്ത് ഇങ്ങനെ തേക്കാൻ പറ്റില്ല, കുറച്ച് കഷ്ടപ്പെട്ട് വേണം തേക്ക്. കൈക്ക് ഇച്ചിരി എക്സസൈസൊക്കെ ആവും ഇതിങ്ങനെ പിടിച്ച് തേക്കുവാണെങ്കിൽ. ഇപ്പം 2.5 കിലോയുടെ സാധനമാണ് കയ്യിലിരിക്കുന്നത്. കാലേ വീഴാതെ സൂക്ഷിക്കണം. പിന്നെ നല്ലോണം തേച്ച് കിട്ടും, അതൊരു ഗുണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ അയൺ ബോക്സിൻ്റെ അൺബോക്സിങ്ങും നമ്മുടെ അയണിങ്ങൊക്കെ കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രാൻഡ് മേടിക്കുക. ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചുളുക്കില്ലാതെ തുണി കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ലാത്ത അയൺ ബോക്സാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.